സൗരയൂഥത്തിലെ ഏറ്റവും അതുല്യമായ ലോകമെന്നത് തീർച്ചയായും നമ്മുടെ ഭൂമി തന്നെയാണ്. സമുദ്രങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ജീവജാലങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ഭൂമി. എന്നാൽ അതുപോലെ വ്യത്യസ്തമായ മറ്റൊരു ലോകമുണ്ട്. അതാണ് സാറ്റേൺ. സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ലോകം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കുറച്ചുപേരെങ്കിലും പറയുന്നത് സാറ്റേണിനെ ആയിരിക്കും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതിനു ചുറ്റുമുള്ള ഗംഭീരമായ വളയങ്ങളാണ്. എന്നാൽ ശരിക്കും സാറ്റേണിന് മാത്രമല്ല, ഔട്ടർ സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും വളയങ്ങളുണ്ട്. ഗ്രഹങ്ങൾക്ക് പുറമെ ചില ഡ്വാർഫ് പ്ലാനറ്റുകൾക്ക് പോലും വളയങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ഭൂമിയുടെ അയൽവാസിയായ മാഴ്സിനും ഭാവിയിൽ ഒരിക്കൽ വളയങ്ങളുണ്ടാകും. അന്ന് മാഴ്സിനെ കാണാൻ വളരെ മനോഹരമായിരിക്കും. അങ്ങനെയെങ്കിൽ അതുപോലെ ഭൂമിക്കും വളയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ? യഥാർത്ഥത്തിൽ പണ്ടൊരു കാലത്തിൽ ഭൂമിക്ക് ചുറ്റും വളയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് നശിച്ചു പോയതാണ്. എന്നാൽ ആ വളയങ്ങൾ ഇന്നും ഭൂമിക്കുണ്ടായിരുന്നെങ്കിലോ? എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അത് കാരണം ഭൂമിയിൽ സംഭവിക്കുന്നത്? എങ്ങനെയായിരിക്കും അത് നമ്മെ ബാധിക്കുന്നത്? സാറ്റേണിനെ പോലെ ഭൂമിക്കും വളയങ്ങൾ ഉണ്ടെങ്കിലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ബഹിരാകാശ വസ്തുവിന് ചുറ്റുമുള്ള വളയങ്ങൾ എന്നത് ശരിക്കും ചെറിയ പാറ കഷ്ണങ്ങളാണ്. അതിൽ ഒരു മണൽത്തരിയുടെ പകുതി വലിപ്പം മുതൽ വലിയ പർവ്വതങ്ങളുടെ അത്ര വലിപ്പമുള്ള പാറ കഷ്ണങ്ങൾ വരെ ഉണ്ടായിരിക്കും. പല രീതിയിലും റിങ്സ് ഉണ്ടാകാം. ചിലപ്പോൾ ഒരു ഗ്രഹത്തിന് ചുറ്റും വലം വെക്കുന്ന ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കും. ആ കൂട്ടിയിടിയിൽ നിന്നും പൊടിയുന്ന പദാർത്ഥങ്ങൾ പിന്നെ ഗ്രഹത്തിന് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങും. ശേഷം കാലക്രമേണ അതൊരു റിംഗ് ആയി മാറും. ഗ്രഹം കറങ്ങുന്ന അതേ വശത്തിലൂടെ ആയിരിക്കും അതിനു ചുറ്റുമുണ്ടാകുന്ന വളയങ്ങളും കറങ്ങുന്നത്. ചിലപ്പോൾ ഒരു ഗ്രഹത്തിന് സമീപത്ത് കൂടെ ഉൽക്കയോ വാൽനക്ഷത്രമോ കടന്നു പോകുന്ന സമയത്തിൽ അത് ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയിൽ കുടുങ്ങും. അപ്പോൾ ഗ്രാവിറ്റിയുടെ ശക്തിയിൽ ഉൽക്ക പൊടിഞ്ഞു പോകും. സാറ്റേണിന്റെ വളയങ്ങൾ ഇങ്ങനെ ഉണ്ടായതായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുപോലെ ഭാവിയിൽ മാഴ്സിന് ചുറ്റും റിങ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞതും ഇതേ കാരണം കൊണ്ടാണ്. അതായത് മാഴ്സിന് ചുറ്റുമുള്ള ഫോബോസ് എന്ന ഉപഗ്രഹം ഇനിയും ചില കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മാഴ്സിന്റെ വളരെ സമീപത്ത് വരും. അപ്പോൾ ഒന്നുകിൽ അത് മാഴ്സിന്റെ ഉപരിതലത്തിൽ വന്ന് പതിക്കും, അല്ലെങ്കിൽ മാഴ്സിന്റെ ഗ്രാവിറ്റി കാരണം അത് പൊടിഞ്ഞു പോവുകയും കാലക്രമേണ അത് റിങ്സ് ആയി മാറുകയും ചെയ്യും. ഇനി മറ്റൊരു രീതിയിലും റിങ്സ് രൂപം കൊള്ളാറുണ്ട്. ഒരു ഗ്രഹത്തിന് സമീപത്ത് വെച്ച് രണ്ട് ബഹിരാകാശ വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൽ മറ്റൊരു വലിയ ബഹിരാകാശ വസ്തു വന്ന് കൂട്ടിയിടിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കൂട്ടിയിടിക്കപ്പെടുന്ന രണ്ട് വസ്തുക്കളിൽ നിന്നും ഒരുപാട് പാറക്കഷ്ണങ്ങളും പദാർത്ഥങ്ങളുമൊക്കെ പൊടിഞ്ഞ് ബഹിരാകാശത്തിലേക്ക് പോകും. ആ പദാർത്ഥങ്ങളും പാറക്കഷ്ണങ്ങളുമെല്ലാം ഗ്രഹത്തിന് ചുറ്റും വലം വയ്ക്കും. അത് പിന്നീട് റിങ്ങുകളായി മാറുകയും ചെയ്യും. ഈ രീതിയിലാണ് നമ്മുടെ ഭൂമിക്കും പണ്ട് റിങ്സ് ഉണ്ടായിരുന്നത്. ഏകദേശം 4.5 കോടി വർഷങ്ങൾക്ക് മുന്നേ തിയ എന്ന ചെറിയൊരു ഗ്രഹം വന്ന് ഭൂമിയുമായി കൂട്ടിയിടിച്ചു. ആ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ബഹിരാകാശത്തിലെത്തിയ പദാർത്ഥങ്ങൾ ആദ്യം പല കോടി വർഷക്കാലം ഭൂമിക്ക് ചുറ്റും വലം വെച്ചിരുന്നു. അതായിരുന്നു ഭൂമിയുടെ വളയങ്ങൾ. എന്നാൽ കാലക്രമേണ അതിലെ പദാർത്ഥങ്ങൾ ഒരുമിച്ചുകൂടി അത് ഭൂമിയുടെ ഒരു ഉപഗ്രഹമായി മാറി. അതാണ് നമ്മുടെ ചന്ദ്രൻ. അവശേഷിച്ച പദാർത്ഥങ്ങൾ ഭൂമിയിൽ തന്നെ വന്ന് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും കുറച്ചു കാലത്തേക്ക് വളയങ്ങൾ കിട്ടിയതും പിന്നീട് അത് നഷ്ടമായതും. ഇത് ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏകദേശം എല്ലാ ബഹിരാകാശ വസ്തുക്കളുടെയും റിങ്ങുകൾ ഇതുപോലെ കാലക്രമേണ നശിക്കും. സാറ്റേണിന്റെ വളയങ്ങളും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പല കോടി വർഷങ്ങൾ കഴിയുമ്പോൾ അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ടാകും. എന്നാൽ അങ്ങനെ ഭൂമിയുടെ റിങ്സ് നശിക്കാതെ ഇന്നും അതുണ്ടായിരുന്നെങ്കിലോ? ഭൂമിയുടെ റിങ്സിന് സാറ്റേണിന്റെ റിങ്സിന്റെ അത്ര തിളക്കമുണ്ടായിരിക്കില്ല. എന്തെന്നാൽ സാറ്റേണിന്റെ റിങ്സ് ഭൂരിഭാഗവും ഐസ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പോലും സാറ്റേണിന്റെ റിങ്സ് ഇത്രയേറെ തിളക്കമാർന്നത്. എന്നാൽ ഭൂമിയുടെ വളയങ്ങളിൽ ഇങ്ങനെ ഐസ് ഉണ്ടായിരിക്കില്ല. കാരണം ഭൂമി സൂര്യന്റെ അടുത്താണ്. അതുകൊണ്ട് ഐസ് പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വളരെ പെട്ടെന്ന് ഉരുകിപ്പോകും. ഈ വളയങ്ങളിൽ കൂടുതലുമുള്ളത് റോക്കിയായ പദാർത്ഥങ്ങളായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 1000 കിലോമീറ്ററുകൾക്കകലെ നിന്നുമായിരിക്കും ഈ വളയങ്ങൾ തുടങ്ങുന്നത്. അതിനേക്കാൾ അടുത്തു വന്നാൽ പിന്നെ ആ പദാർത്ഥങ്ങൾ ഗ്രാവിറ്റി കാരണം ഭൂമിയിൽ വന്ന് പതിക്കും. പക്ഷെ വലിപ്പം കുറവായതുകൊണ്ട് ഉപരിതലത്തിൽ വന്ന് പതിക്കില്ല. പകരം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി നശിക്കും. നല്ലൊരു ശതമാനം സാറ്റലൈറ്റുകളും 1000 കിലോമീറ്ററുകൾക്കുള്ളിലാണ് ഭൂമിയെ വലം വയ്ക്കുന്നത്. അതുകൊണ്ട് അത്തരം സാറ്റലൈറ്റുകൾക്ക് വേറെ പ്രശ്നമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റിങ്ങുകളിൽ നിന്നുമുള്ള പദാർത്ഥങ്ങൾ വന്ന് സാറ്റലൈറ്റുകളിൽ പതിക്കാനും അങ്ങനെ സാറ്റലൈറ്റുകൾ നശിക്കാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. അത് പക്ഷേ വലിയൊരു പ്രശ്നമായിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സാറ്റേണിനെ വലം വയ്ക്കുന്ന സാറ്റലൈറ്റുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്.
സാറ്റേണിന് ചുറ്റും അത്രയും വലിയ വളയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ സാറ്റലൈറ്റുകൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഭൂമിയുടെ ചെറിയ വളയങ്ങളും ഒരു പ്രശ്നമല്ല. അതുപോലെ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റുകളാണെങ്കിൽ ഭൂമിയിൽ നിന്നും 30,000 കിലോമീറ്ററുകൾക്ക് അകലെയാണ്. അതുകൊണ്ട് അവയ്ക്കും റിങ്സ് ഒരു പ്രശ്നമല്ല. എന്തെന്നാൽ ഈ വളയങ്ങൾ പരമാവധി ഏകദേശം 15,000 കിലോമീറ്ററുകൾക്ക് അകലെ വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനപ്പുറത്തുള്ള പദാർത്ഥങ്ങളെല്ലാം കാലക്രമേണ കൂടിച്ചേർന്ന് പുതിയ ഉപഗ്രഹങ്ങളായി മാറും. അപ്പോൾ ഉപരിതലത്തിൽ നിന്നും 1000 കിലോമീറ്റേഴ്സ് മുതൽ 15,000 കിലോമീറ്റേഴ്സ് വരെയുള്ള ദൂരത്തിനുള്ളിലായിരിക്കും ഭൂമിയുടെ വളയങ്ങൾ. എന്നുവെച്ച് ഇത്രയും ദൂരം വ്യാസമുള്ള ഒരു വളയം തന്നെ ആയിരിക്കണമെന്നില്ല. ചെറിയ 2 ഉൽക്കകൾ കൂട്ടിയിടിച്ചുണ്ടായ റിങ്സ് ആണെങ്കിൽ ഈ വളയങ്ങൾക്ക് ചിലപ്പോൾ 100 കണക്കിന് കിലോമീറ്റേഴ്സ് വ്യാസം മാത്രമേ ഉണ്ടായിരിക്കൂ. അത് തീരെ മങ്ങിയ റിങ്സ് ആയിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മങ്ങിയ ഒരു വരയായിട്ട് മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ നിന്നുമാണെങ്കിൽ ഈ വളയങ്ങളെ ശരിക്കും കാണാൻ പോലും കഴിയില്ല. എന്നാൽ പണ്ട് ചന്ദ്രൻ രൂപം കൊള്ളുന്ന സമയത്തിൽ ഉണ്ടായിരുന്നത് പോലത്തെ റിങ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ ദൂരം, അതായത് 14,000 കിലോമീറ്റേഴ്സിന്റെ വ്യാസമുണ്ടായിരിക്കും. ഈ വളയങ്ങൾ ശരിക്കും ഒരു ദൃശ്യവിസ്മയം തന്നെ ആയിരിക്കും. സാറ്റേൺ റിങ്സിന്റെ അത്ര തിളക്കമില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ ഭൂമിയുടെ വളയങ്ങൾ വളരെ വളരെ പ്രകാശപൂരിതമായിരിക്കും. യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്നും വന്ന് പതിക്കുന്ന പ്രകാശത്തിൽ വെറും 13.5% മാത്രമാണ് ചന്ദ്രൻ തിരിച്ചു പ്രതിഫലിപ്പിക്കുന്നത്. എന്നിട്ട് പോലും ഒരു പൂർണ്ണ ചന്ദ്രന്റെ പ്രകാശം എത്രത്തോളം ശോഭയേറിയതാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നത്. അപ്പോൾ ഈ വളയങ്ങൾ പകൽ സമയത്തിൽ പോലും നമ്മുടെ ആകാശത്തിൽ വളരെ വ്യക്തമായി ശോഭിച്ചു നിൽക്കും. ഇക്വേറ്ററിലും അതിന് സമീപത്തുള്ളവർക്കും റിങ്സിന്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയില്ല. ചക്രവാളത്തിന്റെ ഒരു വശത്ത് നിന്നും മറുവശം വരെ പോകുന്ന ഒരു വലിയ വരയായിട്ടായിരിക്കും ഇവിടെയുള്ളവർ റിങ്സിനെ കാണുന്നത്. ഇക്വേറ്ററിൽ നിന്നും അകലുന്നതിനനുസരിച്ച് റിങ്സിന്റെ മനോഹാരിത കൂടുതൽ ദൃശ്യമാകും. നോർത്ത് ഇന്ത്യയിലൊക്കെ നിന്നാൽ റിങ്സിന്റെ ദൃശ്യം അതിമനോഹരമായിരിക്കും. ധ്രുവങ്ങളിലോട്ട് പോകുന്നതിനനുസരിച്ച് വളയങ്ങളെ ഭൂമി കൂടുതലായിട്ട് മറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലും സമീപമുള്ളവർക്കും റിങ്സിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. അത് കാരണം ധ്രുവങ്ങളിലുള്ളവർക്ക് ആകാശത്തിന്റെ ഒരു വശത്തിൽ എപ്പോഴും സൂര്യാസ്തമയത്തിന്റെ അല്ലെങ്കിൽ സൂര്യോദയത്തിന്റെ പ്രതീതി ഉണ്ടായിരിക്കും. ഏത് സമയത്തിലും റിങ്സിനെ ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നട്ടുച്ച നേരമായിരുന്നാലും സ്പഷ്ടമായിട്ട് തന്നെ കാണാം. എന്നാൽ റിങ്സിന്റെ മനോഹാരിത ശരിക്കും ആസ്വദിക്കണമെങ്കിൽ രാത്രി സമയമാകണം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ ഓരോ ഭാഗത്തിലും ഓരോ രീതിയിലായിരിക്കും അത് അനുഭവപ്പെടുന്നത്. ഇക്വേറ്ററിലും ധ്രുവങ്ങളിലും ഇപ്പോഴത്തേതിൽ നിന്നും ഭയങ്കരമായ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഈ രണ്ടിടത്തും റിങ്സിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പൂർണ്ണ ചന്ദ്രന്മാരെ ഭൂമിയോട് ചേർത്ത് ചക്രവാളത്തിന്റെ ഒരു വശം മുതൽ മറുവശം വരെ നിരത്തി വെച്ചിരിക്കുന്നത് പോലത്തെ പ്രതീതിയായിരിക്കും. അതായത് അത്രത്തോളം പ്രകാശമായിരിക്കും ഈ വളയങ്ങൾ നമുക്ക് നൽകുന്നത്. ടോർച്ചിന്റെയും മറ്റ് ലൈറ്റിന്റെയും ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് രാത്രിയിലും കണ്ണു കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ രാത്രി സമയം എന്നത് പൂർണ്ണമായും രാത്രി ആയിരിക്കില്ല. എന്നിരുന്നാലും രാത്രിയിൽ റിങ്സിനെ നമുക്ക് പൂർണ്ണമായും കാണാൻ കഴിയില്ല. പകരം ഭാഗികമായിട്ടേ കാണാൻ പറ്റൂ. കാരണം സൂര്യൻ ഭൂമിയുടെ മറുവശത്തിൽ എത്തുമ്പോഴാണ് രാത്രിയാകുന്നത്. അത് കാരണം ഭൂമിയുടെ നിഴൽ വന്ന് റിങ്സിൽ പതിക്കുകയും റിങ്സിനെ അത് ഭാഗികമായിട്ട് മറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് രാത്രി നമുക്ക് റിങ്സിനെ പൂർണ്ണമായും കാണാൻ പറ്റാത്തത്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ റിങ്സിന്റെ കിഴക്ക് ഭാഗത്തിൽ ഭൂമിയുടെ നിഴൽ വന്ന് പതിക്കാൻ തുടങ്ങും. പിന്നെ രാത്രി മുഴുവൻ ആ നിഴൽ റിങ്സിന്റെ പടിഞ്ഞാറ് ഭാഗത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവസാനം അത് പടിഞ്ഞാറിൽ വെച്ച് അപ്രത്യക്ഷമാകുമ്പോഴേക്കും കിഴക്ക് ഭാഗത്തിൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു പ്രതിഭാസം കാരണം നമുക്ക് വാച്ചിന്റെ സഹായമില്ലാതെ രാത്രിയിലും സമയം കണക്ക് കൂട്ടാൻ കഴിയും. പക്ഷെ ഈ ദൃശ്യവിസ്മയത്തിനു പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും. ഭൂമിക്ക് റിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഋതുകാലങ്ങളെല്ലാം ഇന്നത്തേതിൽ നിന്നും കൂടുതൽ തീവ്രമായിരുന്നേനെ. വേനൽക്കാലം കൂടുതൽ ചൂട് കൂടിയതും ശീതകാലം കൂടുതൽ തണുപ്പുമായിരിക്കും. കാരണം വേനൽക്കാലത്തിൽ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിന് നേർക്കായിരിക്കും. ആ സമയത്തിൽ സൂര്യപ്രകാശത്തിന് പുറമെ റിങ്ങുകളിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശവും നോർത്തേൺ ഹെമിസ്ഫിയറിൽ പതിക്കും. അതും കൂടെ ആകുമ്പോൾ ചൂട് തീവ്രമാകും. അതേ സമയത്തിൽ സതേൺ ഹെമിസ്ഫിയറിൽ ശീതകാലമായിരിക്കും. അവിടെയാണെങ്കിൽ റിങ്ങുകളുടെ നിഴൽ കാരണം വന്ന് പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് വീണ്ടും കുറയും. അപ്പോൾ തണുപ്പിന്റെ ആധിക്യം കൂടുതൽ തീവ്രമാകും. ഋതുകാലങ്ങളിൽ വരുന്ന ഈ വ്യത്യാസങ്ങൾ ലോകമെമ്പാടുമുള്ള കാലാവസ്ഥകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ സിർക്കേഡിയൻ ഋതങ്ങളെല്ലാം ഇപ്പോഴത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുപോലെ ജീവജാലങ്ങളെല്ലാം തീവ്രമായ കാലാവസ്ഥകൾക്കനുസരിച്ച് ഇപ്പോഴത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പരിണമിക്കുമായിരുന്നു.
മറ്റൊരു വലിയ പ്രശ്നം ഈ വളയങ്ങൾ കാണാൻ മനോഹരമാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ലൈറ്റ് പൊല്യൂഷൻ കാരണം ബഹിരാകാശ നിരീക്ഷണം വലിയ പ്രതിസന്ധിയിലായേനെ. അതുപോലെ ഭൂമിയുടെ ഓർബിറ്റിന് പുറത്തേക്കുള്ള റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും ഈ റിങ്ങുകൾ ഒരു വെല്ലുവിളിയാകുമായിരുന്നു. സൈദ്ധാന്തികമായിട്ട് ചിന്തിക്കാമെങ്കിലും ശരിക്കും ഇങ്ങനെ ഭൂമിയുടെ റിങ്സിന് നശിക്കാതെ എന്നേക്കുമായി നിലനിൽക്കാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ ചന്ദ്രനാണ്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന പ്രതലവും ഭൂമിയുടെ വളയങ്ങൾ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന പ്രതലവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനാൽ ചന്ദ്രൻ ഭൂമിയുടെ ഈ വശത്തിൽ വരുമ്പോൾ അത് റിങ്സിനെ താഴോട്ട് വലിക്കും. പിന്നെ അത് മറുവശത്തിലെത്തുമ്പോൾ റിങ്സിനെ മുകളിലോട്ട് വലിക്കും. ഇത് കാരണം പല കോടി വർഷക്കാലങ്ങളാകുമ്പോൾ റിങ്സ് തീരെ അൺസ്റ്റേബിൾ ആവുകയും റിങ്സിലുള്ള പദാർത്ഥങ്ങളെല്ലാം ഭൂമിയിലോട്ട് വീഴുകയോ അല്ലെങ്കിൽ ബഹിരാകാശത്തിലേക്ക് ചിതറിപ്പോവുകയോ ചെയ്തേക്കാം. അങ്ങനെ റിങ്സ് കാലക്രമേണ നശിക്കും. ചന്ദ്രനില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചന്ദ്രനില്ലാതെ ഒരുപക്ഷെ ഭൂമിയിലെ ജീവൻ കരയിലോട്ട് കയറുക പോലുമില്ലായിരുന്നു. അതുമാത്രമല്ല, മറ്റൊരു കാര്യമെന്നത് ഭൂമിക്ക് ശരിക്കും കൃത്യമായ ഒരു ഗോളാകൃതിയല്ല. അതുപോലെ ഭൂമിയുടെ മാസും എല്ലായിടത്തും ഒരേ അളവിലല്ല വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റിയും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. അത് കാരണം റിങ്ങുകളുടെ ചലനങ്ങളിൽ വളരെ ചെറിയ രീതിയിലുള്ള വ്യതിചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതും പല കോടി വർഷങ്ങൾ കൊണ്ട് റിങ്സിനെ തീരെ അൺസ്റ്റേബിൾ ആക്കും. അങ്ങനെ കാലക്രമേണ റിങ്സ് നശിക്കും. അതായത് ചന്ദ്രനില്ലായിരുന്നെങ്കിലും റിങ്സിന് നിരന്തരമായിട്ട് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.